ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് വരാം. ഈ ഇലകളൊന്ന് പരിചയപ്പെടാം. ഇതാണ് നരമ്പോടൻ ഇല. കഞ്ഞി വെച്ച് കുടിക്കുന്നതാണ്. കർക്കിടക മാസങ്ങളിൽ കൂടുതൽ ആൾക്കാർ ഇത് ഉപയോഗിക്കും. കഞ്ഞി വെച്ച് കുടിക്കുക. നരമ്പോടൻ ഇല. ഇത് ഇലയപ്പം ചുടാനുള്ള ഭക്ഷണ ഇല. പിന്നെ കുറേ ഇലകളെ നമുക്ക് പരിചയപ്പെടാം. ചീരവർഗ്ഗങ്ങളിൽപ്പെട്ട ഇലകളാണ്. ഞങ്ങളിതൊക്കെയാണ് തോരൻ വെച്ച് കഴിക്കാറ്. ഇത് തകരയില. ഇത് മൈസൂർ ചീര എന്നറിയപ്പെടുന്ന ഒരു ചീര. ഇത് ഒരു ചീരയാണ്. ഞങ്ങളിത് തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇത് പൊന്നാങ്കണ്ണി ചീര. ഇത് ഞങ്ങൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇത് ചുമന്ന ചീരയുടെ ഒരു ഇതാണ്. ഇതിൽ മുള്ളുള്ളതാണ്. അതുപോലെ വേണ്ട ഈ ഒരു വെള്ളച്ചീരയിൽ മുള്ളുള്ളതാണ്. പക്ഷെ വേണ്ട ഈ ചീര മുള്ളില്ലാത്ത ചീരയാണിത്. ഒരെണ്ണം മുള്ളില്ലാത്ത ചീര. ഇത് മുള്ളില്ലാത്ത ചീരയും ഇത് മുള്ളുള്ള ചീരയും രണ്ടും രണ്ടിനമാണ്. കണ്ടോ, രണ്ടും രണ്ടിനമാണ്. രണ്ട് ഇനമാണ്. ഒന്ന് മുള്ളുള്ളത്, ഒന്ന് മുള്ളില്ലാത്ത ചീര. അത് നല്ല ഔഷധമാണെന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇത് കോവലിൻ്റെ ഇല, അത് ഞങ്ങൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. ഇതിലെല്ലാം പെട്ട വേറെ ഒരു ചുമന്ന ചീരയാണ് ഇത്. ചുവപ്പ് വെള്ളമായിട്ട് കാണിക്കുന്ന ഒരു ചീരയാണ് ഇത്. അത് ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഇത് പൊന്നാരുവിൻ്റെ ഇല, അത് ഞങ്ങൾ തോരൻ വെച്ച് കഴിക്കാറുണ്ട്. മുരിങ്ങയില, അത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. മത്തയില നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ ചുമന്ന നല്ല കടും ചുവപ്പ് ചീര, അതും നമ്മൾ ഉപയോഗിക്കാറുണ്ട് തോരനായിട്ട്. ഇനി നമ്മുടെ വൈറ്റ് ചീര, വൈറ്റല്ല ഗ്രീൻ ചീര, ഇതും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ചീര, ഈ ഇലവർഗ്ഗങ്ങളാണ്. ഇതിലൂടെ ഞങ്ങൾ പയറില ഞങ്ങൾ എടുക്കും. വേറെ ഒരുപാട് ഇലകളുണ്ട്, അതെല്ലാം എടുക്കും. ഇപ്പോൾ ഇത്രേ ഇല ഇവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഈ കുഞ്ഞിങ്ങ് വന്നേച്ച് അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഇതെല്ലാം ഞങ്ങൾ തോരൻ വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഇലകൾ. ഔഷധ ഗുണങ്ങളുള്ള ഇലകളാണ് ഇതൊക്കെ. ഇതൊക്കെ തോരൻ വെച്ചാൽ ഞങ്ങൾ കഴിക്കുന്നത്. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഇത് ഉപയോഗിച്ച് നോക്കുക. പൂച്ചക്കുട്ടിക്ക കണ്ടോ, ഞങ്ങൾ പൂച്ചക്കുട്ടിക്ക എന്നാണ് ഇതിന് പറയുക. പണ്ടത്തെ കാലത്തിൽ മാല ഓർത്തിട്ടുണ്ട്.